അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഖത്തർ പ്രധാനമന്ത്രി. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. പലസ്തീൻ ജനതയ്ക്കുമേൽ നടത്തുന്ന വംശഹത്യ വിജയിക്കില്ല എന്നും ഇന്ന് നടന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. ഖത്തറിനുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ കടുത്ത നിലപാടുകളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സെപ്റ്റംബർ 9 ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പലസ്തീൻ ജനതയ്ക്ക് മുകളിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ വിജയിക്കില്ലെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തണമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കണ്ടില്ലെന്നു നടിക്കുന്നതിലൂടെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചു. അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിന് തിരിച്ചടി നൽകുമോ എന്നറിയാനാണ് ഉച്ചകോടിയിലേക്ക് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംഘടിതമായ നീക്കത്തിന്റെ സൂചനകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. നാളെ നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യമന്ത്രിമാരുടെ തയ്യാറെടുപ്പ് സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് നാളെ ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയത്തിന്റെ ഉള്ളടക്കമാണ് സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല. സമ്മേളനത്തിൽ പങ്കെടുത്താൽ തിരിച്ചടിയായേക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ അറിയിച്ചു. സഭയ്ക്കുള്ളിൽ രാഹുലിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്ന് സ്പീക്കർ AM ഷംസീർ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.